നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 3-ലെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് ആണ്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസിൽ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. എ റാൻഡം സാമ്പിൾ ഓഫ് 200 tins of coconut oil gave an average weight of 4.95 with a standard deviation of 0.21 kilogram. Do we accept that the net weight is 5 kilogram per tin at 1% level? അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂളിൽ വരുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് ആണ് മെയിനായിട്ട് വരുന്നത്. അതായത് 5 മാർക്കിനും 4 മാർക്കിനും ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ നമുക്കൊരു സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം. ആദ്യം എഴുതുന്നത് നൾ ഹൈപ്പോത്തിസിസ്, ദെൻ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ്, ദെൻ നമ്മൾ സാമ്പിൾ സൈസ് നോക്കും, ഇക്വേഷൻ എഴുതും, കമ്പയർ ചെയ്യും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ തന്നെയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നോക്കി ആദ്യം നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിലിപ്പോൾ 200 ടിൻസ് ഉണ്ട് അല്ലേ, അതായത് 200 സാമ്പിളാണ് നമ്മളെ കയ്യിലുള്ളത്. അതിൻ്റെ ഏവറേജ് നമുക്ക് തന്നിട്ടുണ്ട്, അതായത് എക്സ് ബാർ ആണ് തന്നിരിക്കുന്നത് 4.95. ഏവറേജ് അതായത് അല്ലെങ്കിൽ മീൻ 4.95 തന്നിട്ടുണ്ട്. ആ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് 200 എണ്ണത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് 0.21. സോ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഞാൻ എന്ത് വെച്ച് ഡിനോട്ട് ചെയ്യുന്നു? എസ് ബാർ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്നത് 5 കിലോഗ്രാമാണ് നെറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യോ റിജക്റ്റ് ചെയ്യോ? ആ 5 കിലോഗ്രാമാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ എന്താണോ ടെസ്റ്റ് ചെയ്യുന്നത് അതിനെയാണ് മ്യൂ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 1% തന്നിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് എഴുതുന്നു. എല്ലാ പ്രോബ്ലത്തിലും ആദ്യത്തെ സ്റ്റെപ്പ് നൾ ഹൈപ്പോത്തിസിസ് H0 മ്യൂ ഈക്വൽ ടു 5. എന്താണോ എനിക്ക് ചെക്ക് ചെയ്യേണ്ടത് അതാണ് ഞാനിവിടെ മ്യൂ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതേണ്ടത്. ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്വസ്റ്റ്യനിൽ ലെസ് ദാൻ 5 എന്നോ ഗ്രേറ്റർ ദാൻ 5 എന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗ്രേറ്റർ ദാൻ 5 അല്ലെങ്കിൽ ലെസ് ദാൻ 5 നമ്മൾ എഴുതും ക്വസ്റ്റ്യനിൽ പറഞ്ഞത് പ്രകാരം. ഇപ്പോൾ നോക്കി ക്വസ്റ്റ്യനിൽ അക്സെപ്റ്റ് ചെയ്യോ റിജക്റ്റ് ചെയ്യോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? മ്യൂ നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതണം. നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ടു ടെയിൽ, ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടെയിൽ, ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടെയിൽ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ സാമ്പിൾ നോക്കുന്നു. ഇവിടെ n ഗ്രേറ്റർ ദാൻ 30 ആണ്. n ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ ലാർജ് സാമ്പിളാണ്. അപ്പം നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് സെഡ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ സ്റ്റാൻഡേർഡ് എറർ. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് എസ് ബാർ ബൈ റൂട്ട് n. സിഗ്മയാണ് തന്നിരിക്കുന്നതെങ്കിൽ സിഗ്മ ബൈ റൂട്ട് n വരും. ഓക്കെ, അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. എല്ലാം നമുക്കറിയാം, എക്സ് ബാറും മ്യൂ നോട്ട് എന്ന് പറഞ്ഞാൽ ഇതിട്ട 5, മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ടാണ് ഫോർമുല. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സെഡിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഈ വാല്യൂം നമ്മൾ ടേബിൾ വാല്യൂം തമ്മിൽ കമ്പയർ ചെയ്യണം. ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് നോക്കാം, ഇവിടെ ആൽഫ 1% ആണ്. ഓക്കെ, 1% എന്ന് പറഞ്ഞാൽ 0.01. അത് 2 ടെയിൽ വാല്യൂ നോക്കാം, സെഡ് ആൽഫ ബൈ 2. 2 ടെയിൽ ആകുമ്പോൾ മാത്രം ആൽഫ ബൈ 2 ചെയ്യാം. അതായത് 0.01 ആണ് ആൽഫ. അപ്പോൾ അതിൻ്റെ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 0.05. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? 0.05 ഉള്ള വാല്യൂ നോക്കാം. ഇപ്പോൾ ഞാൻ ടേബിൾ തന്നിട്ടുണ്ടാവും. ഓക്കെ, ആ ടേബിൾ വാല്യൂ നോക്കാം. 0.05 എത്രയാണ് നോക്കിയാൽ ഇൻഫിനിറ്റിയിൽ വരുന്ന വാല്യൂ ആണ് നോക്കേണ്ടത്. 2.576. 2.576. ഓക്കെ, കേട്ടോ, അതാണ് 2.58 ചെയ്തിരിക്കുന്നത്. ഇനി ടേബിൾ വാല്യൂ ആണോ കാൽക്കുലേറ്റഡ് വാല്യൂ, അതായത് നമുക്ക് കിട്ടിയ വാല്യൂ ആണ് വലുതെന്ന് നോക്കണം. ടേബിൾ വാല്യൂ ആണ് വലുതെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സൈൻ നോക്കരുത്. ഓക്കെ, റെസ്പെക്റ്റീവ് ഓഫ് സൈൻ. അപ്പോൾ ഏതാണ് വലുത്? സെഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ ആണ്, അതായത് 3.36 ആണ് വലുത്. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ആണ് വലുത്, സോ നമ്മളത് റിജക്റ്റ് ചെയ്യും. ടേബിൾ വാല്യൂ വലുതായാൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യന് വന്നിരിക്കുന്നത്. ആൻ ഇൻഷുറൻസ് ഏജൻറ്റ് ഹാസ് ക്ലെയിമഡ് ദാറ്റ് ദ ആവറേജ് ഏജ് ഓഫ് പോളിസി ഹോൾഡേഴ്സ് ഹു ഇൻഷുർ ത്രൂ ഹിം ഈസ് ലെസ് ദാൻ ദ ആവറേജ് ഫോർ all agents, which is 30.5 years. Okay, a random sample of 100 policy holders who had insured through him revealed that the mean and standard deviation 28.8, 6.35. Test his claim 5%. ഓക്കെ, അപ്പോൾ എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്? മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്, അതായത് എക്സ് ബാറും. സാമ്പിളിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. സോ എസ് ബാർ 6.35. നമുക്ക് അയാളുടെ ക്ലെയിമാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ആളെന്താ ക്ലെയിം ചെയ്യുന്നത്? എന്താണ് ക്ലെയിംഡ് ദാറ്റ് ദ ആവറേജ് ഏജ് ഓഫ് പോളിസി ഹോൾഡേഴ്സ് ലെസ് ദാൻ 30.5, അതായത് മ്യൂ നോട്ട് 13.5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നേരത്തെ പറഞ്ഞ നൾ ഹൈപ്പോത്തിസിസ് H0 മ്യൂ ഈക്വൽ ടു 30.5. ലെസ് ദാൻ പറഞ്ഞിട്ടുണ്ട്, സോ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് എഴുതുന്നു. n നോക്കുന്നു, ലാർജ് സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുന്നു.
സ്റ്റാൻഡേർഡ് എററൊക്കെ കണ്ടുപിടിക്കുക നേരത്തെ പറഞ്ഞ പോലെ S⁻√n വെച്ചിട്ട്. ആൽഫ 0.05 ആണ്. അപ്പോൾ ഇതെന്ത് ടെയിലാണ്? ലെസ് ദാൻ ആണ്. സോ ലെഫ്റ്റ് ടെയിലാണ് അല്ലേ? ലെഫ്റ്റ് ടെയിലാണെന്നുണ്ടെങ്കിൽ സെഡ് ആൽഫ, അതായത് 0. എത്ര പെർസെൻറ്റേജ് ആയിരുന്നു? 5%. 5% എന്ന് പറഞ്ഞാൽ 0.05 ഇൻഫിനിറ്റിയിലെ വാല്യൂ നോക്കാം. നേരത്തെ ടേബിൾ വാല്യൂ നോക്കിയതുപോലെ. ഓക്കെ, ടി ഡിസ്ട്രിബ്യൂഷനിൽ ഇൻഫിനിറ്റിയിലുള്ള വാല്യൂ നോക്കുന്നു. അപ്പോൾ ലെഫ്റ്റ് ടൈൽ ആയതുകൊണ്ടാണ് ഞാൻ മൈനസ് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് കമ്പയർ ചെയ്യുക, ഈ വാല്യൂ ആണോ കാൽക്കുലേറ്റഡ് വാല്യൂ ആണോ വലുതെന്ന് നോക്കാം. സൈൻ നോക്കണ്ട. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ആണ് വലുത്. കാൽക്കുലേറ്റഡ് വാല്യൂ ആണ് വലുതെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി അതുപോലെ വരുന്നതാണ് സ്മോൾ സാമ്പിൾ ടെസ്റ്റ്. ഇതിൽ ഞാൻ പറയാം. ക്വസ്റ്റ്യൻ നോക്കിയേ. മെഷീൻ ഈസ് എക്സ്പെക്റ്റഡ് ടു പ്രൊഡ്യൂസ് നെയിൽസ് ഓഫ് ലെങ്ത് 2 cm. എ റാൻഡം സാമ്പിൾ ഓഫ് 25 നെയിൽസ് ഗിവ് ആൻ ആവറേജ് ലെങ്ത്. എക്സ് ബാർ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഏതാണ് തന്നിരിക്കുന്നത്? ഈ 25 നെയിൽസിൻ്റെ സാമ്പിളിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. സോ എസ് ബാർ തന്നിട്ടുണ്ട് 0.25. ക്യാൻ ഇറ്റ് ബി സെഡ് ദാറ്റ് ദ മെഷീൻ ഈസ് പ്രൊഡ്യൂസിങ് നെയിൽസ് ആസ് പെർ സ്പെസിഫിക്കേഷൻ? ഈ പറഞ്ഞതുപോലുള്ള നെയിൽസ് അവിടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത്ത് 2 cm ആണോ എന്നാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2 cm ആണ്. അപ്പോൾ മ്യൂ നോട്ട് എന്ന് പറയുന്നത് 2. ഇനി നോക്കിയേ, എന്താണ് ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് ചെക്ക് ചെയ്യണം? മ്യൂ നോട്ട് ഈക്വൽ ടു 2 ടെയിലാണ്. എൻ എത്രയാണ്? 25 ആണ്. അപ്പോൾ 30ക്ക് ചെറുതാണ്, 30നേക്കാളും ചെറുതാണ്. അതുകൊണ്ട് സ്മോൾ സാമ്പിൾ ആയിരിക്കും. സ്മോൾ സാമ്പിളാണ്. എസ് ബാർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ, സിഗ്മയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പിൽ ചെയ്യും, സെഡ് തന്നെ വെച്ചിട്ട് ചെയ്യും. എസ് ബാർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ മാത്രമാണ് ഇതിലേക്ക് വരുന്നത്. സ്മോൾ സാമ്പിൾ ആണ്, എസ് ബാർ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്യാം. അപ്പോൾ എന്താണ് വരുന്നത്? ടി ഡിസ്ട്രിബ്യൂഷൻ എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഓക്കെ, അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 ആണ് കിട്ടുന്നത്. ഓക്കെ, കാൽക്കുലേറ്റഡ് വാല്യൂ 2 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ടേബിൾ വാല്യൂ നോക്കണം. അപ്പോൾ ടേബിൾ വാല്യൂ നോക്കുമ്പോൾ ആൽഫ തന്നിട്ടുണ്ട് 5% ആണ് അല്ലേ? ഓക്കെ, ഇതിൽ ആൽഫ ഇല്ല. ആൽഫ തന്നിട്ടില്ലെങ്കിൽ 5% എടുക്കാം കേട്ടോ. ആൽഫ തന്നിട്ടില്ലെങ്കിൽ 5% എടുക്കാം. അപ്പോൾ 0.05 2 ടെയിലാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് ആൽഫ ബൈ 2 ടെയിലാണെങ്കിൽ ആൽഫ ബൈ 2 എടുക്കണം. സോ 0.025. ഇനി ടി ഡിസ്ട്രിബ്യൂഷനിൽ ടിയുടെ ടേബിളാണ് നോക്കുക. അവിടെ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം വേണം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ n-1. n ഇവിടെ എത്രയാണ്? 25. അപ്പോൾ n-1 24. അപ്പോൾ നമുക്ക് എവിടെ ചെക്ക് ചെയ്യണം? 24ൽ 0.025 ചെക്ക് ചെയ്യണം. അപ്പോൾ നോക്കാം, നമ്മൾക്ക് ടേബിളിൽ എന്താണ് 0.025ൽ 24 ടേബിൾ നോക്കണമെങ്കിൽ കണ്ടോ, 2 വശം വേണം. അപ്പോൾ 24 ഏതാണ് വരുന്നത്? 2.064. ഓക്കെ, അപ്പോൾ ആ വാല്യൂ അവിടെ കൊടുക്കാം. 2.064 ആണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഏത് വാല്യൂ വലുത്? ടേബിൾ വാല്യൂ ആണോ കാൽക്കുലേറ്റഡ് വാല്യൂ ആണോ വലുതെന്ന് നോക്കാം. കാൽക്കുലേറ്റഡ് വാല്യൂ 2 ആയിരുന്നു, ടേബിൾ വാല്യൂ 2.064 ഉണ്ട്. അപ്പോൾ ടേബിൾ വാല്യൂ ആണ് വലുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സെപ്റ്റ് H0. ഓക്കെ, ഞാൻ മോഡ്യൂളിൽ അടുത്തത് വരുന്നത് എറേഴ്സാണ്. ഓക്കെ, ടൈപ്പ് 1 ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞിട്ട് 2 എറേഴ്സ് ഉണ്ട്. ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എറർ വരുന്ന എപ്പോഴാണ്? ഒന്നെങ്കിൽ ഒരു ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഇതിനെയാണ് ടൈപ്പ് 1 ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത്. അതായത് ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ ട്രൂ H0 റിജക്റ്റ് ചെയ്യുക. ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞാൽ ഫോൾസ് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത് നമുക്ക് വരുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസിൽ പോപ്പുലേഷൻ വരുമ്പോൾ, അതായത് പി ആണ് തരുന്നതെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആൾ ഹൈപ്പോത്തിസിസ്, ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ്, അതുപോലെ തന്നെയാണ് ചെയ്യുക. ഇതിലിപ്പോൾ പി വെച്ചിട്ട് നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. ആൾ ഹൈപ്പോത്തിസിസ് തന്നിട്ടുണ്ട്, ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് തന്നിട്ടുണ്ട്. നമ്മൾ എൻ പി ആണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. എൻ പി ഗ്രേറ്റർ ദാൻ 10, അങ്ങനെയാണ്. എൻ പി ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ ലാർജ്, അല്ലെങ്കിൽ സ്മോൾ. എൻ പി ആണ് ഇവിടെ ചെക്ക് ചെയ്യുക. എൻ പി ചെക്ക് ചെയ്യുമ്പോൾ 165 കിട്ടുന്നുണ്ട്. ലാർജ് സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഈക്വേഷൻ. ഓക്കെ, സെഡ് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. 1.74 കിട്ടി. അതിൻ്റെ തന്നെ സെഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എത്രയാണ്? ആൽഫ തന്നിട്ടില്ലേ? 0.05ൽ റൈറ്റ് ടെയിലിൻ്റെ വാല്യൂ നോക്കാം. നമ്മൾ ടേബിളിൽ നോക്കിയാൽ ടേബിൾ വാല്യൂ ഇതാണ്. അപ്പോൾ ഏതാണ് വലുത്? കാൽക്കുലേറ്റഡ് വാല്യൂ ആണ്. സോ റിജക്റ്റ് ചെയ്യുക. ഓക്കെ, പി വരികയാണെന്നുണ്ടെങ്കിൽ വ്യത്യാസം എന്താണ്? ഈ ഫോർമുലയിലാണ് വ്യത്യാസം വരുന്നത്. പിന്നെ ലാർജ് സാമ്പിൾ ആണോ സ്മോൾ സാമ്പിൾ ആണോ ചെക്ക് ചെയ്യുമ്പോഴും വ്യത്യാസമുണ്ട് കേട്ടോ. ഗ്രേറ്റർ ദാൻ എൻ പി ആണ് ചെക്ക് ചെയ്യുക, n/p. ഓക്കെ, n/p ആണ് ചെക്ക് ചെയ്യുക. ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ ലാർജ്. ഓക്കെ, ഇതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ.